ഹായ് നമസ്കാർ. ഞാനിന്ന് നിൽക്കുന്നത് പീച്ച് ഡാമിൻ്റെ കെട്ടാണ് ബണ്ട്. ഇവിടെ ഇന്ന് വെള്ളം തുറന്നു വിട്ടു. ആ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ഈ കാണുന്നതാണ് പീച്ച് ഡാമിൻ്റെ കാച്ചിങ് ഏരിയ. ഓക്കെ, ഈ കാണുന്ന ഗേറ്റാണ് പീച്ചി ഡാമിലോട്ടുള്ളൊരു കവാടം. ഡാമിലോട്ടുള്ള എൻട്രൻസ് ആണിത്. ഇനി നമുക്ക് ഡാമിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലോട്ട് പോകാം. കവാടത്തിൽ നിന്ന് വരുന്ന റോഡ് ഇവിടെ രണ്ടായി തിരിയുകയാണ്. ഇടത്തേക്ക് പോകുമ്പോഴാണ് പീച്ചി ഡാം. നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോകാം. ഡാമിലേക്കുള്ള എൻട്രിയാണിത്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഡാമിലോട്ടുള്ള വഴി. വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ തണുപ്പ് തരുന്ന, നിഴൽ തരുന്ന വൃക്ഷങ്ങളുണ്ട്. ഇന്ന് ഡാം തുറക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ചക്കാർ ഒത്തിരി ഉണ്ട്. ടിക്കറ്റിന് 20 രൂപ, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ടിക്കറ്റിന് 10 രൂപ ചാർജ്. ഡാമിൻ്റെ ബണ്ടിലോട്ട്, അതായത് ഷട്ടറുള്ള ഭാഗത്തേക്കുള്ള പ്രവേശന കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയുടെ ആരംഭമുണ്ട്. അന്തരീക്ഷം മേഘാവൃതമാണ്. ഡാമിൽ ഷട്ടർ തുറന്ന ആൾക്കാർ കാഴ്ചകൾ കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാം കണ്ടോ? എന്താ ഡാമിൽ മോള് കണ്ടേ? പാർക്കിൽ കണ്ടോ? പിന്നെ എന്തൊക്കെയാ കണ്ടേ? വെള്ളച്ചാട്ടം ഡാം തുറന്നു. ആണോ? എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? കണ്ട് എങ്ങനെയുണ്ട്? കറക്റ്റ് സമയത്ത് എത്തി. അരമണിക്കൂർ നേരത്തെ എത്തിയോണ്ട് കാണാൻ പറ്റി അല്ലേ? എല്ലാം കാണാൻ പറ്റി. അപ്പോൾ ഡാം കാണാൻ വന്നത് മഴ കിട്ടി. ആളുകളൊക്കെ മഴ കൊള്ളാതെ ഇങ്ങനെ ഷെഡുകളിലൊക്കെ കയറി നിൽക്കുകയാണ്. ഇപ്പം നോർമൽ മഴയാണ്, ശക്തി കൂടിയിട്ടില്ല. മഴയുടെ ശക്തി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഷെഡാണ് ഇവിടെ ഫുള്ളായി. മഴ ഭയങ്കര തിമിർത്ത് പെയ്യുകയാണ്. ശക്തി കൂടി വരികയാണ് മഴയുടെ. എങ്കിലും ആളുകൾ കാണാനൊക്കെ വരുന്നുണ്ട്. മഴയോ മഴ, പൂമഴ, പുതുമഴ, വാനം നിറയെ തേന്മഴ. അപ്പം തേന്മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ, അടിപൊളിയായിട്ട്. നമസ്കാരം. ബീച്ച് ഡാം തുറക്കുന്നത് ഇന്ന് കാണാൻ വന്നല്ലേ? ആ, അപ്പം നിങ്ങളൊക്കെ എന്തായാലും ആ കാഴ്ച കാണാൻ പറ്റിയല്ലേ? എങ്ങനെയാണ് ആ കാഴ്ച? അടിപൊളിയാണല്ലേ? ആദ്യമായിട്ടാണോ വരുന്നത്? ബീച്ച് ഡാമാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലേ? എവിടുന്നാ വരുന്നേ? ഓ, നമസ്കാരം. ആ, അപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നല്ലേ? പക്ഷേ വന്ന് പെട്ടുപോയില്ല അല്ലേ? ഇപ്പോൾ മഴ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ ആ കാര്യങ്ങൾ. അപ്പോൾ ഇനി പിന്നെ തിരിച്ചു പോകും ചെന്നൈക്ക്. അപ്പോൾ സന്തോഷം. ഓക്കെ, ബൈ. ഇപ്പോൾ മഴ തോർന്നു. ശാന്തമായ അന്തരീക്ഷം. ഇപ്പം മുകളിൻ്റെ ഡാമിൻ്റെ മുകളിലുള്ള കെട്ടിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ആളുകളൊക്കെ ഇരു സൈഡുകളിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ട്.
ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡാമിൻ്റെ വാട്ടർ ക്യാച്ചിങ് ഏരിയ. അധികം വെള്ളം ഫുള്ളായിട്ടില്ല എങ്കിലും ഇപ്പോൾ ഡാം തുറന്നതിൻ്റെ പ്രത്യേക കാരണങ്ങൾ എന്താ വെച്ചാൽ ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഷട്ടറുകൾ, ഇത് ഒന്നാമത്തെ ഷട്ടർ, ഇത് രണ്ടാമത്തെ ഷട്ടർ, ഇത് മൂന്നാമത്തെ ഷട്ടർ, ഇത് നാലാമത്തെ ഷട്ടർ. ഇതെല്ലാം തുറന്നു വിടുമ്പോൾ പോകുന്ന വെള്ളം ഇതിലെയാണ് പോകുന്നത്. സൈഡിൽ നിന്ന് ഒരു കനാല് വന്ന് ചാടുന്നുണ്ട്. ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പിച്ചി ഡാമിൻ്റെ വീക്ഷണമാണിത്. മലകളെല്ലാം പുകപടലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പീച്ചി ഡാമിൻ്റെ കെട്ടിലാണ്, പീച്ചി ഡാമിൻ്റെ ബണ്ടിൽ. അപ്പോൾ ഇന്ന് 1 ഇഞ്ച് വീതമാണ് ഈ 4 ഷട്ടറും പൊക്കിയിരിക്കുന്നത്. കാരണം അധികം മഴയില്ല, ഉറവയാണ് ഇത്. ഇപ്പോൾ ഈ ഡാമിൻ്റെ ഷട്ടർ പൊക്കാനുള്ള കാരണം. ഇപ്പോൾ 4 ഇഞ്ച് പൊക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ 1 ഇഞ്ച് മാത്രമാണ് പൊക്കിയിരിക്കുന്നത്. ഈ ദൂരെ കാണുന്നതാണ് നക്ഷത്ര ബംഗ്ലാവ്. നക്ഷത്ര ബംഗ്ലാവ് നിന്ന് ആളുകൾ കാഴ്ച കാണാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഈ കാണുന്നത് പീച്ചി ഡാമിൻ്റെ വാട്ടർ സപ്ലൈ, അതായത് തൃശ്ശൂർ ടൗണിലോട്ടൊക്കെയുള്ള കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ്. ഫ്ലോട്ടിംഗ് പമ്പാണ്, മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ മുകളിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് കൊണ്ടുപോകാൻ എളുപ്പമാണ്. കാരണം താഴെയാകുമ്പോൾ ഓരുകൾ നിറയും. നേരത്തെ താഴെയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഫുഡ് വാൽവ് വെറും 2 മീറ്റർ താഴ്ചയിൽ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധജലം നമുക്ക് ഇവിടുന്ന് പമ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം താഴുമ്പോൾ ഇത് താന്നു പോകും, വെള്ളം പൊന്തുമ്പോൾ ഇത് പൊങ്ങിക്കിടക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആളുകൾ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2 സൈഡിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. മുകളിലോട്ടുള്ള എൻട്രൻസ് ആണ്. നക്ഷത്ര ബംഗ്ലാവ് എന്നൊക്കെ പറയുന്ന മുകളിൽ നിന്ന് മനോഹരമായ കാഴ്ചകൾ കാണാം പീച്ചി ഡാമിൻ്റെ. അപ്പോൾ നക്ഷത്ര ബംഗ്ലാവ് കണ്ടുകൊണ്ടതിന് ശേഷം ആളുകൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി വരണം, കാര്യം മഴയെല്ലാം പെയ്ത് തെറ്റിക്കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇറങ്ങാൻ. മക്കളെ, പീച്ചി ഡാം കാണാൻ വന്നല്ലേ? എങ്ങനെയുണ്ട് കാഴ്ചയൊക്കെ? അടിപൊളിയാണോ? നക്ഷത്ര ബംഗ്ലാവിൽ കണ്ടിട്ട് മുകളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ സൂക്ഷിച്ച് പോകാം, മഴയൊക്കെ പെയ്യുന്നതാണ് കേട്ടോ, നോക്കി പോകണം. ഓക്കെ. അപ്പോൾ മഴയായതുകൊണ്ട് അല്പം ഡേഞ്ചറസ് ആണ്, സൂക്ഷിച്ച് കയറണം. അപ്പോൾ ഞാൻ അങ്ങനെ നക്ഷത്ര ബംഗ്ലാവിൻ്റെ മുകളിലെത്തി. ഈ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനങ്ങനെ മുകളിലെത്തിയപ്പോൾ കണ്ടൊരു മോളാണിത്. മോളുടെ പേരെന്താ? ഗൗരി. എത്രല്ല പഠിക്കുന്നത്? അപ്പോൾ മോളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇപ്പോൾ പവലിയനില്ലേ? എന്തിൻ്റെ പവലിയനില്ല? പീച്ചി ഡാമ കണ്ടോ? ഷട്ടറൊക്കെ തുറക്കുന്നത് കണ്ടോ? കണ്ടല്ലേ? എങ്ങനെയുണ്ട് മോനാടാ? കണ്ടോ? വീട് എവിടെയാ? നിങ്ങൾ സിസ്റ്ററാണോ? സിസ്റ്ററും ബ്രദറാണോ? കൂട്ടുകാരല്ലേ? പിന്നെ അമ്മയാണോ ഇവിടെ? അമ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ് അല്ലേ? അപ്പോൾ സന്തോഷം. പീച്ചി ഡാമെല്ലാം കണ്ടല്ലോ. വാട്ടർ ക്യാച്ചിങ് ഏരിയ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ. അതുപോലെ ഡാമിൻ്റെ കെട്ട്, വെള്ളം ചാടുന്നതൊക്കെ നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. അപ്പോൾ ഇനിയൊരു പുതിയ കാഴ്ചയുമായി വരുന്നവരെ ബൈ.